കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ, കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാർ, പ്രിയങ്കരിയായ ദിവ്യ അയ്യർ IAS, വേദിയിലുള്ള ഫിലിം മേക്കർ പായൽ കവാടി ഉൾപ്പെടെയുള്ള പ്രശസ്ത വ്യക്തികളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്നിവിടെ തിരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളായി ലോകം ഈ തലസ്ഥാന നഗരിയിൽ ഒരുമിച്ച് കൂടുകയായി. വിവിധ ലോകരാഷ്ട്രങ്ങളുടെ മനുഷ്യാവസ്ഥകളും ജനങ്ങൾ കടന്നു പോകുന്ന സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളും അടുത്തറിയാനും അവരുമായി മാനസികമായി ഐക്യപ്പെടാനും ഈ മേള സഹായിച്ചു എന്നതിന് യാതൊരു സംശയമില്ല. ഇവിടെ വിശദീകരിച്ചതുപോലെ 62 രാജ്യങ്ങളിൽ നിന്നുള്ള 177 ഫിലിമുകളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. 8 ദിവസങ്ങളിലായി ആകെ 427 പ്രദർശനങ്ങൾ. ഉദ്ഘാടന സമാപന ദിവസം ഒഴികെയുള്ള റിസർവേഷൻ ഏർപ്പെടുന്ന ദിനങ്ങളിൽ 85,227 ബുക്കിംഗുകളാണ്. കഴിഞ്ഞ 1 വർഷക്കാലത്തിനുള്ളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും മികച്ച സിനിമകളാണ് ഈ മേളയിൽ അവതരിപ്പിച്ചത്. മുൻനിര ചലച്ചിത്രമേളകളിൽ പ്രേക്ഷകർക്ക് നേടിയ ചിത്രങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. കൂടാതെ നിരവധി വൈവിധ്യമാർന്ന പാക്കേജിന് പുറമെ അന്താരാഷ്ട്ര മത്സര വിഭാഗം, ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ വിഭാഗം മികച്ച ദൃശ്യാനുഭവങ്ങൾ പകർന്നു നൽകിയെന്ന് തീർച്ചയായിട്ടും ഇവിടെ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രേക്ഷക പങ്കാളിത്തവും പ്രദർശിപ്പിച്ച സിനിമകളുടെ മികവും എല്ലാം തിരിഞ്ഞ മേളയായിരുന്നു. 15 തിയേറ്ററുകളായി നടന്ന മേളയിൽ 13,000-ഓളം ഡെലിഗേറ്റുകൾ പങ്കെടുത്തു. ഈ മേളയിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ട സിനിമയുടെ പിന്നണി പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, അനുബന്ധപരമായിട്ട് അതിഥികൾ, ഒഫീഷ്യൽ സ്പോൺസർമാർ എന്നുൾപ്പെടെ 15,000-ഓളം ആളുകളുടെ സജീവമായ സാന്നിധ്യമുണ്ടായി. വിദേശത്തു നിന്നുൾപ്പെടെ 238 ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായി പങ്കെടുത്തു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും 29ാമത് രാജ്യാന്തര ചലച്ചിത്രമാണ് വൻ വിജയമായി എന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ മേളയുടെ ഭാഗമായി ഈ കോൺവെർസേഷൻ, ഓപ്പൺ ഫോറം, മീറ്റ് ഡയറക്ടർ എക്സിബിഷൻ, ഹോമേജ്, അരവിന്ദൻ സ്മാരക പ്രഭാഷണം, കേരള ഫിലിം മാർക്കറ്റ്, ബ്രാൻഡ് എക്സിബിഷൻ തുടങ്ങിയ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ ദിവസങ്ങളെല്ലാം മാനവീയം വീതിയിൽ എല്ലാ ദിവസവും മികച്ച സംഗീത പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഹോമേജ് ചടങ്ങിൽ വിട്ടുപിരിഞ്ഞ എല്ലാ പ്രമുഖ വ്യക്തികളെയും ഓർത്തു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെല്ലാം മലയാളത്തിലുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരിച്ച 6 പുസ്തകങ്ങൾ ചടങ്ങിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. മേളയുടെ മറ്റൊരു പ്രത്യേകത മുൻവർഷം വ്യത്യസ്തമായി അനശ്വര ചലച്ചിത്ര പ്രതിഭകളായ JC ദാനിയൽ, PK റോസി, സത്യൻ, പ്രേമനസ്, നെയ്യാറ്റിൻകര കോവളം എന്നിവരുടെ സ്മൃതിമണ്ഡപങ്ങളിൽ മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിലെ അനശ്വര പ്രതിഭകൾ സ്മരണകളുടെ മേരിലാൻഡ് സ്റ്റുഡിയോയിലും ആദരവർപ്പിച്ച് ഒരു സ്തുതി ദീപ പ്രയാണം നടത്തിയിട്ടുണ്ട്. ഡിസംബർ 12 രാവിലെ നെയ്യാറ്റിൻകരയിൽ ആരംഭിച്ച് വൈകിട്ട് 7 മണിക്ക് മാനവീയം വീതിയിലാണ് അത് അവസാനിച്ചത്. മലയാള സിനിമയുടെ ശൈശവദശ മുതൽ 80കളുടെ തുടക്കം വരെ തിരശ്ശീലയിൽ തുടങ്ങിയ 21 മുതിർന്ന നടിമാരെ ആദരിക്കുന്ന, അതും ഈ മേളയുടെ പ്രത്യേകതയായിരുന്നു, മറക്കിലൊരിക്കലും എന്ന ചടങ്ങ് മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ആ ചടങ്ങിൽ 21 പ്രമുഖ വ്യക്തികളാണ് പങ്കെടുത്തത്. 29ാമത് IFFക്ക് വൻ വിജയമാക്കിയ എല്ലാ പ്രവർത്തകരും, ചലച്ചിത്ര പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രതിസന്ധികളിലൂടെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. കാരണം സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടായി. ഞാൻ ആ കാര്യം ഇവിടെ പറയാൻ കാര്യം, തരേണ്ടവർ തരേണ്ടത് പണം തരേണ്ട സമയത്ത് കേരളത്തിന് നിഷേധിക്കപ്പെടുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കുകയല്ല കേരളം ചെയ്തത്. കേരളത്തിലെ എല്ലാ മലയാളിയും ഒറ്റക്കെട്ടായി കേരളത്തോടൊപ്പം അണിനിരുന്നതിന്റെ ഫലമായി അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് സംശയമില്ല. അതിൽ ഞങ്ങൾക്ക് നേതൃത്വപരമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു പരിപാടി അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ
അതിന്റെ സമാപന ചടങ്ങിൽ ഇതിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉപദേശം നൽകിയത് മാത്രമല്ല ഈ മേള പ്രത്യേകിച്ച് 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ഫെസ്റ്റിവലായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നൽകിയ പിന്തുണയ്ക്ക് ഞാൻ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ ആദ്യം മുതൽ അവസാനം വരെ അതിലെല്ലാ നേതൃത്വപരമായ പങ്കുവച്ച ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേംകുമാർ, അജോയ് അടക്കമുള്ള ടീം അവരോട് ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വനിതകളെ ആദരിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ചടങ്ങ്. അത് പറയാതെ പോകാനില്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരെ ഇവിടെ എത്തിച്ച് ആ പരിപാടി ഏറ്റവും ഭംഗിയാക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി, അതുപോലെ കൽപ്പന, രമേശൻ, ഈ 3 പേരോടുള്ള നന്ദി കൂടി ഞാൻ കൃത്യമായിട്ട് അറിയിക്കുന്നു. ബാക്കി മേനക ഇവർ 3 പേരെയും പ്രത്യേകം ഇവിടെ നന്ദി അറിയിക്കുകയാണ്. ബാക്കി എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഈ മേള ഒരു പരിഭവമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ വിജയകരമാക്കിയത് ഈ മേളയിൽ സഹകരിച്ച കേരളത്തിലെ സിനിമാ രംഗത്തെ എല്ലാ നല്ലവരായ വ്യക്തിത്വങ്ങളാണ്. അവരോടെല്ലാം സംസ്ഥാന ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പിനുള്ള സ്നേഹവും നന്ദിയും ആദരവും അറിയിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.